ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഓക്കെ, നമുക്കിന്ന് 9ാമത്തെ ചാപ്റ്റർ തൊട്ട് നോക്കാണ്ട്. ഓക്കെ ആണല്ലോ? സ്ക്രീൻ കാണുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പം നിയോ ബിഹേവിയർസ് ആണ്. അപ്പം അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്ലാർക്ക് ഹൾ ഇൻ നിയോ ബിഹേവിയറിസം. ഇപ്പോൾ ക്ലാർക്ക് ഹളിൻ്റെ ചോദിക്കുന്നുണ്ട്, ടോൾമാൻ്റെ ചോദിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് ബിഹേവിയറിസം, അതായത് ഫസ്റ്റത്തെ ആ ഒരു ഭാഗം വരുന്നത് ഇവല്യൂഷൻ ഓഫ് ബിഹേവിയർസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് നിയോ ബിഹേവിയറിസ്റ്റ്, 4 നിയോ ബിഹേവിയറിസ്റ്റുകൾ പഠിക്കാനുണ്ട്. 3 നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റത്തെ എഡ്വിൻ ഗത്രി ഒഴിവാക്കിയിട്ട് ബാക്കി 3 നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൽ ഐസോമോർഫിസം, ഇത് രണ്ടും അടുത്ത ചാപ്റ്ററിലാണ് കേട്ടോ. ഇത് രണ്ടും അടുത്ത ചാപ്റ്ററിലാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലോജിക്കൽ പോസിറ്റിവിസം, ഓപ്പറേഷനിസം ഇൻ ദ എമർജൻസ് ഓഫ് നിയോ ബിഹേവിയറിസം, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ബിഹേവിയറിസം ഇൻ കണ്ടംപററി ടൈംസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ ഇതിന്ന് ഒഴിവാക്കാനായിട്ടുള്ളൂ. അതായത് പറഞ്ഞുതരാം. എഡ്വിൻ ഗത്രി, ഈ ഒരാളുടെ നിയോ ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള എഡ്വിൻ ഗത്രിയുടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പക്ഷേ നിയോ ബിഹേവിയറിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ 4 എഴുതേണ്ടതാണ്. വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ട് ബാക്കി 3 നന്നായിട്ട് പഠിക്കുക. അതായത് ക്ലാർക്കുകൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എഡ്വാർഡ് ടോൾമാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ BF സ്കിന്നർ. ഇതൊക്കെ നമുക്ക് എന്തായാലും BF സ്കിന്നർക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് നിയോ ബിഹേവിയറിസത്തിൻ്റെ സ്റ്റേജസ് ആണ്. ജോയിൻ ആവുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. നിയോ ബിഹേവിയറിസത്തിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാ, വാട്സൺ ബിഹേവിയർസ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അതായത് ഒരു 1913 തൊട്ടിട്ട് 1930 വരെ ഏതാണ്, വാട്സൺ ബിഹേവിയർസ് ആണ്. വാട്സൻ്റെ ബിഹേവിയർസ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ പെരുമാറ്റം, ബിഹേവിയർ മാത്രം സയൻറ്റിഫിക്കലി പഠിക്കാം എന്നാണ് ബിഹേവിയർ സയൻറ്റിഫിക്കലി പഠിക്കാം എന്നാണ് വാട്സൺ പറഞ്ഞത്. നമ്മുടെ തോട്ട്, അതുപോലെ തന്നെ തിങ്കിങ് പ്രോസസ്സുകൾ, ഇമോഷൻസ്, ഇതൊക്കെ എന്താണ്, അതൊന്നും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അല്ല. നമുക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധമാണ് ഇതിൽ വരുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ, അതിലാണെന്ത് നമ്മുടെ ബിഹേവിയർ പഠിക്കാൻ പറ്റുമെന്ന് വാട്സൺ പറഞ്ഞത്. അതായത് ഒരു SR റിലേഷൻ. ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. വാട്സൻ്റെ ബിഹേവിയർസ് എങ്ങനെയായിരുന്നു, SR റിലേഷനായിരുന്നു, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. കണ്ടീഷനിങ് വഴി നമുക്ക് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാമെന്ന് വാട്സൺ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, നിയോ ബിഹേവിയർസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ടോൾമാൻ, ഹള്ള്, സ്കിന്നർ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിയോ ബിഹേവിയറിസ്റ്റുകളാണ്. അതായത് എസും ആറും മാത്രമല്ല, SOR ഉണ്ട്. അതായത് സ്റ്റിമുലസ്, ഓർഗാനിസം, റെസ്പോൺസ്, ഇങ്ങനെ 3 ഫാക്ടേഴ്സ് ഒരു ബിഹേവിയറിലുണ്ട് എന്നാണ് നിയോ ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും, എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താ, എക്സാമാണ്. ഇവിടെ നമ്മുടെ ഓർഗാനിസം എന്ന് പറയുന്നത് നമുക്ക് വിജയിക്കണം അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് എന്ത്, പഠിക്കുക എന്നുള്ളത്. അങ്ങനെ SOR, ഈ 3 ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകും എന്നാണ് നിയോ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നിയോ ബിഹേവിയറിസം, അതല്ലെങ്കിൽ സോഷ്യോ ബിഹേവിയറിസം എന്ന് പറയാം. അതായത് ഈ സോഷ്യോ ബിഹേവിയറിസത്തിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ആൽബർട്ട് ബണ്ടൂരയാണ്. ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ഒക്കെ ഓർത്ത് വയ്ക്കുക. അതായത് ഒബ്സർവേഷനിലൂടെ നമുക്ക് ബിഹേവിയർ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. റീൻഫോഴ്സ്മെൻറ്റ് ആവശ്യമില്ല, ഒബ്സർവേഷൻ മാത്രം മതി എന്നൊക്കെയാണ് ഈ സോഷ്യോ ബിഹേവിയറിസം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അതിലടുത്ത് വരുന്നതാണ് ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് ഓപ്പറേഷനിസം. ലോജിക്കൽ പോസിറ്റിവിസം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? അത് എവല്യൂഷൻ ഓഫ് ബിഹേവിയറിസം, ഐസോമോർഫിസം, ഫീൽഡ് തിയറി വന്നിട്ടില്ല അല്ലേ? ഒരു മിനിറ്റ്.
സൈക്കോളജി, ഐസോമോർഫിസം, ഫീൽഡ് തിയറി. ലോജിക്കൽ പോസിറ്റിവിസവും ഓപ്പറേഷനിസവും വന്നിട്ടില്ല, അപ്പം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉണ്ട്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ ദേ ലോജിക്കൽ പോസിറ്റിവിസം ആൻഡ് ഓപ്പറേഷനിസം. ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. എന്ത് ഈ ഒരു ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചായിട്ട് ഈ ഒരു ലോജിക്കൽ പോസിറ്റിവിസത്തെ പറയാനായിട്ട് പറ്റും. അതായത് നമ്മൾ സയൻറ്റിഫിക്കലി അതേപോലെ തന്നെ ലോജിക്കലി ഇങ്ങനെ 2 രീതിയിലും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ആക്ച്വൽ നോളജായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ലോജിക്കൽ പോസിറ്റിവിസം. പറഞ്ഞുതരാം. അത് കണ്ടോ, നമുക്ക് സയൻറ്റിഫിക്കലി അതേപോലെ തന്നെ എന്ത് വേണം, ലോജിക്കലി 2 രീതിയിലും വെരിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് ഇൻ നോ വേ റെഡ്യൂസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപിരിക്കൽ ഇമ്പോർട്ടൻസ് ബൈ അക്സെപ്റ്റിംഗ് തിയറി ആസ് എ പാർട്ട് ഓഫ് സയൻസ്. കേട്ടോ, സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇവിടെ റെഡ്യൂസ് ചെയ്യില്ല. കാരണം സയൻസ് അല്ലെങ്കിൽ ലോജിക്കലി 2 രീതിയിലും വെരിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും, ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകൾ എടുക്കും. ലോജിക്കൽ പോസിറ്റിവിസം ഹാസ് എ പവർഫുൾ ഇൻഫ്ലുവൻസ് ഓൺ സൈക്കോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ സൈക്കോളജിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദ എംപിരിക്കൽ ആൻഡ് the theoretical were the 2 major parts into which logical positivism divided science. കണ്ടോ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാട്ടോ. ഇനി അടുത്തത് ഓപ്പറേഷനിസം ആണ്. ഓപ്പറേഷനിസം ഒന്ന് പറഞ്ഞുതരാം, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓപ്പറേഷനിസം അതായത് നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് അളക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അളക്കാനുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം അതുവഴി മാത്രമേ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് എന്ത് ഓപ്പറേഷനിസം എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചുതരാം. ദസ് ദ കോൺസെപ്റ്റ് ലൈക്ക് ഫോഴ്സ് ആൻഡ് എനർജി വുഡ് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ ഓപ്പറേഷൻസ് ഓർ പ്രൊസീജിയേഴ്സ്. Concept like force and energy would be defined in terms of the operations or procedures used to measure the quantity of force or energy that is present. In other words, operational definitions the tie theoretical terms to observable phenomena. അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ കിട്ടണം. ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ കിട്ടണമെങ്കിൽ ഓപ്പറേഷണലിസം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IQ ടെസ്റ്റ് നടത്തും. ഈ IQ ടെസ്റ്റ് നടത്തുന്നതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഇൻ്റലിജൻസ് കിട്ടുക. ഈ IQ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇൻ്റലിജൻസിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ആ ഒരു നടത്തുന്ന ഓപ്പറേഷൻ അതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് നമുക്കിപ്പോൾ ബുദ്ധി ഇൻ്റലിജൻസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഈ ബുദ്ധി അളക്കാനായിട്ട് എന്തുണ്ട്, നമുക്ക് IQ ടെസ്റ്റുകളുണ്ട്. ഈ IQ ടെസ്റ്റാണ് നമ്മുടെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. ഇനി അതേപോലെ വേറെ ഒന്ന് പറയാം. നമുക്ക് ആങ്സൈറ്റി ഉണ്ട്. ആങ്സൈറ്റിയുടെ ഒരു ഡെഫിനേഷൻ കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആങ്സൈറ്റി മെഷർ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഹാർട്ട് റേറ്റ്, നമ്മുടെ സ്വെറ്റ് ലെവല്, ആങ്സൈറ്റി സ്കെയില്, അതിൻ്റെ സ്കോറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആങ്സൈറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് എന്ത് ഇതിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ, അതായത് ആങ്സൈറ്റിയുടെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ഇനി ലേണിംഗ് എന്ന് പറയാം. ലേണിംഗ് നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിച്ചിട്ട് കിട്ടുന്ന ആ ഒരു മാർക്ക്, അതാണ് ലേണിങ്ങിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അപ്പം നമ്മൾ എന്താണോ ഓപ്പറേഷൻസ് അവിടെ നടത്തുന്നത് അതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ആ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെക്കാനിസം അതിലൂടെ നമുക്ക് കിട്ടുന്നതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ അത്? ഇനി അതിൽ പറയാനുള്ളത് ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻസ് ഓഫ് നിയോ ബിഹേവിയറിസ്റ്റുകളാണ്. അപ്പോൾ വേണമെങ്കിൽ എഡ്വിൻ ഗത്രി ഒഴിവാക്കുക, നിർബന്ധം പറയുന്നില്ല. ക്ലാർക്ക് ഹൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കി പോവാം. ക്ലാർക്ക് ഹൾ എന്ന് പറയുമ്പോൾ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഈസ് കോൾഡ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി. അതായത് ക്ലോസസ്റ്റ് ടു എ കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബിഹേവിയറൽ ഇഷ്യൂസ് ഗവേൺഡ് ബൈ കോമൺ പ്രിൻസിപ്പിൾസ്. ഇവിടെ എന്താണ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്.
ഡിഡക്റ്റീവ് തിയറി നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ആദ്യം തന്നെ ഒരു തിയറി ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടാണ് കളികളൊക്കെ. അപ്പോൾ ഇവിടെ ഈ ക്ലാർക്ക് ഹള്ളിൻ്റെ തിയറീസ് മൊത്തം എന്താണ്, ഗവേൺഡ് ബൈ കോമൺ പ്രിൻസിപ്പിൾസ് ആണ്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ക്ലാർക്ക് അപ്രോച്ച് ഈസ് ഹാബിറ്റ് ഫോർമേഷൻ. നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കും, ശീലം ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ദ അക്യുമുലേഷൻസ് ഓഫ് എക്സ്പീരിയൻസസ് ഫോർ ഇഫക്റ്റീവ് അഡാപ്റ്റേഷൻ. ഹൾ സയൻറ്റിഫിക് അപ്രോച്ച് വാസ് ട്രൂലി സിസ്റ്റമാറ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാബിറ്റ്, ശീലങ്ങളാണ്, അതിൽ നിന്നാണ് നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാണ്, നമ്മുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു എൻവയറമെൻറ്റിനോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ട്, ശീലങ്ങൾ, അതായത് അക്യുമുലേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. അപ്പം അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് ട്രൂലി സിസ്റ്റമാറ്റിക് ആയിരുന്നു. പിന്നെ ക്ലാർക്ക് ഹള്ളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, അത് പഠിക്കണം കേട്ടോ. SCR എന്ന് പറയുന്നത് SHR ഇൻറ്റു D ആണ്. SCR എന്ന് പറയുന്നത് വായിച്ചു തരാം. ഹാബിറ്റ് സ്ട്രെങ്ത് SHR ആൻഡ് ഡ്രൈവ് D interact to provide what Hull referred to as potential reaction. Reaction potential is defined as the tendency to produce same reaction under the effect of stimulus. SCR is a theoretical concept which is not synonymous with observable responses. It is the product of SHR and D. അതായത് SHR എന്ന് പറയുന്നത് എന്താ, ഹാബിറ്റ് സ്ട്രെങ്ത് ആണ്. നേരത്തെ പറഞ്ഞു അക്യുമുലേഷൻ ഓഫ് എക്സ്പീരിയൻസസ്, ശീലങ്ങളുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കും, ഒരു ത്വര ഉണ്ടായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് SCR എന്ന് പറയുന്നത് എന്താ, റിയാക്ഷൻ പൊട്ടൻഷ്യലാണ്, നമ്മൾ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡ്രൈവും അതേപോലെ തന്നെ ഹാബിറ്റ് സ്ട്രെങ്ത്തും, ഇത് രണ്ടിൻ്റെയും കൂടെ പ്രവർത്തനം വരുമ്പോഴാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതാണ് ആര് പറഞ്ഞത്, ക്ലാർക്ക് ഹള്ള് പറഞ്ഞത്. അതായത് നമുക്ക് എന്തുണ്ട്, പഠിക്കണം. നമ്മുടെ ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പഠനമാണ്. നമുക്ക് നമ്മൾ എന്താണ്, പഠിക്കുകയാണ്. അപ്പോൾ ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പഠനമാണ്. നമുക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങണം എന്നുള്ളത് എന്താണ്, ത്വരയാണ്. D ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താ, ത്വര, നന്നായിട്ട് മാർക്ക് വാങ്ങണം എന്നുള്ളൊരു നീഡ് ഉണ്ടായിരിക്കും, അതായത് D ഡ്രൈവ്. ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, SCR, നമ്മൾ ഇന്ന് രാത്രി നന്നായിട്ട് പഠിക്കും. റിയാക്ഷൻ പൊട്ടൻഷ്യൽ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യലിൽ നമ്മൾ റിയാക്ട് ചെയ്യുക. ഇതാണ് SHR ഇൻറ്റു D. അത് മനസ്സിലായോ? ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പഠനമാണ്. D എന്ന് പറയുന്നത് ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, നന്നായിട്ട് നാളത്തെ എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിയാക്ഷൻ പൊട്ടൻഷ്യൽ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ്, ഇന്ന് രാത്രി മുഴുവൻ പഠിക്കും. മനസ്സിലായോ അത്? ഇനി അതേ ഡെഫിനിഷൻ തന്നെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുന്നുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഒഴിവാക്കുക, ഇതുവരെ എഴുതിയിട്ട് നിർത്തുക. അതായത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സാധനങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. റിയാക്ഷൻ പൊട്ടൻഷ്യൽ ഇൻറ്റു SHR ഇൻറ്റു D, അത് പറഞ്ഞത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കൂടെ വി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിമുലസ് മാഗ്നിറ്റ്യൂഡാണ്. സ്റ്റിമുലസ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ, എക്സാമാണ് നമ്മുടെ സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കില്ല. എന്ന് B106 ആണ്, ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റ്. മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ എന്താ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിന്ന് നന്നായിട്ട് പഠിക്കും. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വേണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പഠിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് കിട്ടും, നല്ല രീതിയിൽ പെർസെൻറ്റേജ് കയറ്റാം. റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ പ്ലസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ്, V+K വന്നു. -I എന്ന് പറയുന്നത് എന്താ, ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ്, നെഗറ്റീവായിട്ടുള്ള ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ്. ഇൻഹിബിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇതിൽ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നമുക്കിന്ന് ഉറക്കം വരും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിന്ന് ഉറക്കം വരും. അതിന് നമ്മൾ കുറയ്ക്കുക, ആ ഉറക്കത്തിനെ നമ്മളിന്ന് കുറച്ചു, -I ആക്കി. ആൻഡ് SOR എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ്, മൊമെൻ്ററി ത്രെഷോൾഡ് ഓഫ് റിയാക്ഷൻ ഫോർ എൻ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ്. അതായത് നമുക്കൊരു ത്രെഷോൾഡ് ഉണ്ടായിരിക്കും, അതായത് ഒരു ലെവൽ ഉണ്ടായിരിക്കും, അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ നിന്ന് വേണ്ടാന്ന് വെക്കും. ചിലപ്പോൾ 12 മണി വരെ ആയിരിക്കും ഇരുന്ന് പഠിക്കാൻ പറ്റുക. ആ ഒരു കോൺസെപ്റ്റിന് നമ്മളിന്ന് അവിടെ SORനെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ മനസ്സിലായോ? V എന്ന് പറയുന്നത് സ്റ്റിമുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡാണ്, ടഫ്നെസ് ആലോചിക്കുക.
കെ എന്ന് പറയുന്നത് റീൻഫോഴ്സ്മെൻ്റ് ആണ്. നല്ല റീൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടും. ഐ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഉറക്കം വരും, അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്, ഉറക്കം മാറ്റി വെച്ചു. SOR എന്ന് പറയുന്നത് എന്താണ്? ത്രഷോൾഡ്. 12 മണി വരെ ചിലപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ആ ഒരു ചിന്തേനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെയും കുറച്ചു. ഡെഫിനിഷൻ ഓക്കെയാണ്, അല്ല സോറി, ഈ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഓക്കെയാണോ? ഓക്കെയാണോ? ഇനി എഡ്വേർഡ് ടോൾമാൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ടോൾമാൻ്റെ തിയറിയിൽ ഒരു മോളാർ ആക്ട് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ബിഹേവിയർ മൊത്തം ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് എന്തിനൊരു ഗോൾ ഉണ്ടായിരിക്കും, അതിനെയാണ് എന്ത് ഈ മോളാർ ആക്ട് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. മോളാർ ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്, കണ്ടോ? ഗ്ലാൻഡുലാർ പ്രോസസ്സസ് ആർ നോട്ട് ഗുഡ് ഇനഫ് ടു ബി കൺസിഡേർഡ് ആസ് എ മോളാർ ആക്ട്. അതായത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. മസ്കുലർ ഗ്ലാൻഡുലാർ പ്രോസസ്സ് ഒന്നല്ലാതെ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഗോൾ ഉണ്ടായിരിക്കും. അതിന് മസിൽ മൂവ്മെൻറ്റ്സ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിഹേവിയറിനെ നമ്മളൊരു ഫുൾ പ്രോസസ്സായിട്ട് നമ്മൾ കാണും. അതാണ് മോളാർ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. മോളാർ ആക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫുള്ളായിട്ട് നമുക്കൊരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. മോളിക്കുലാർ ആക്ട് എന്ന് പറയുമ്പോൾ എന്താ? അതിൽ ചെറിയ ചെറിയ മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ്. പക്ഷേ ടോൾമാൻ പറഞ്ഞത് മോളാർ ആക്ട് ആണ്. മോളാർ ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഫുള്ളി ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്കുണ്ടായിരിക്കും. വാട്സൺ പറഞ്ഞതാണ് എന്ത്? മോളിക്കുലാർ ആക്ട് എന്നുള്ളത്. വാട്സൺ പറഞ്ഞത് മീനിങ്ലെസ് ആണ്, മെക്കാനിക്കൽ ഒബ്സർവേഷൻ ഒക്കെയാണെന്നൊക്കെയാണ് വാട്സൺ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ടോൾമാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അതായത് ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് നമുക്കുള്ളത്. അതിനെയാണ് മോളാർ ആക്ട്. മോളാർ ആക്ട് മറക്കരുത് കേട്ടോ. മോളാർ ആക്ട് ആണ് ടോൾമാൻ്റെ. വാട്സൺ പറഞ്ഞത് എന്താണ്? ടോൾമാൻ മോളാർ ബിഹേവിയർ ഈസ് മോർ ദാൻ ദ സം ഓഫ് മോളിക്കുലാർ എലമെൻറ്റ്സ്. മോളിക്കുലാർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത് വാട്സൺ ആണ്. അതിനേക്കാൾ കൂടുതൽ മോളാർ ബിഹേവിയർ ആണ് ഓരോരുത്തർക്കും ഉള്ളത്. അതാണ് ടോൾമാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ ടോൾമാൻ്റെ കാര്യങ്ങൾ അത്രയാണ് വരുന്നത്. പിന്നെ അതിൽ മോളാർ ആക്ട് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ നമ്മൾ എക്സാമിന് പഠിക്കുന്നുണ്ട്, പാസ്സാകാനായിട്ട് പഠിക്കുന്നതാണ് മോളാർ ആക്ട്. കാരണം എന്താ? ഗോളാണ്, നമുക്കിന്ന് പാസ്സാവണം. അതാണ് നമ്മുടെ മോളാർ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്, ഒരു എലിയുടെ മെയ്സിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. അതായത് ഈ ഒരു എലി ഫുഡ് കിട്ടാനായിട്ടാണ് ഈ മെയ്സിൽ ഓടുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നതിനേക്കാൾ അപ്പുറം ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ലാറ്റൻ ലേണിങ്ങിനെ പറ്റിയിട്ടാണ് ടോൾമാൻ പറയുന്നത്. അതായത് ഈ ഒരു മെയ്സിൻ്റെ എക്സ്പെരിമെൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. കണ്ടോ? ടോൾമാൻസ് ലോസ് ഓഫ് അക്വിസിഷൻ മെയിൻലി ഫോക്കസ്ഡ് ഓൺ എ പ്രാക്ടീസ് ദാറ്റ് ബിൽഡ്സ് അപ്പ് gestalt or expectancies. For instance, in his maze learning experiments with rats, Tolman described the acquisition of place learning, which he inferred as the acquisition of relationship or cognitive maps in the subject. അപ്പോൾ അതായത് കോഗ്നിറ്റീവ് മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം കോഗ്നിറ്റീവ് മാപ്പായിട്ട് നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം പോയി ഫുഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിങ്ങനെ വഴി കണ്ടെത്തുക എന്ന് പറയുന്ന ആ സംഭവമൊക്കെ അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു റാറ്റിനെ ഇട്ടേക്കാണ്. റാറ്റ് ഇങ്ങനെ ഓടുമ്പോൾ എവിടെയോ ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം ഫുഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സ്ഥലത്തേക്ക് തന്നെ പോകണമെന്നുണ്ട് വെച്ചെങ്കിൽ എന്താണ്? കോഗ്നിറ്റീവ് മാപ്പ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലൊരു മാപ്പ്, കോഗ്നിറ്റീവ് മാപ്പ്, അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫുഡ് കണ്ടെത്തും. അപ്പോൾ ഈ ഫുഡ് കണ്ടെത്താനുള്ള ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ് ഓരോ ഇൻഡിവിജ്വലിനും ഉള്ളത്. അതാണ്
ടോൾമാൻ പറഞ്ഞത്. ഇനി ബി എഫ് സ്കിന്നറിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്പറൻറ്റ് ബിഹേവിയർ ആണ്, ഓപ്പറേഷൻ അല്ലേ. സ്കിന്നേഴ്സ് അപ്രോച്ച് ഹാഡ് മോർ ഓഫ് മെത്തഡോളജിക്കൽ എംഫസിസ്. ഹി പ്രൊപ്പഗേറ്റഡ് എ റിട്ടേൺ ടു ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു പെരിഫറൽ ഈവൻസ്. ഒബ്സർവബിൾ ബിഹേവിയർ വെച്ചിട്ടാണ് എന്ത് ബി എഫ് സ്കിന്നർ പറഞ്ഞത്. ഇവിടെ ഓപ്പറൻറ്റ് സ്കിന്നറിൻ്റെ കാര്യമൊക്കെ നോക്കുക. ഇൻ കോൺട്രാസ്റ്റ് ടു ദാറ്റ്, ഓപ്പറൻറ്റ് ബിഹേവിയർ ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് വിത്തൗട്ട് എനി അപ്പാരൻറ്റ് സ്റ്റിമുലസ്. ഓപ്പറൻറ്റ് ബിഹേവിയർ ഈസ് ഓൾസോ എബൌട്ട് ദ ഓർഗാനിസം ഓപ്പറേറ്റിംഗ് ഓൺ ദ എൻവയറമെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് നമുക്ക് എന്ത് വേണം? റീൻഫോഴ്സ്മെൻറ്റ് വേണം. ഓപ്പറൻറ്റ് ബിഹേവിയറിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. സ്കിന്നർ പറഞ്ഞിട്ടുണ്ട് റീൻഫോഴ്സ്മെൻറ്റ് വേണം, പണിഷ്മെൻ്റ് അല്ല, പോസിറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് ആണ് വേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ. ബി എസ് സ്കിന്നറിൻ്റെ ബാരോസ് ഫ്രെഡറിക് സ്കിന്നർ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇനി ബിഹേവിയറിസം ഇൻ ടുഡേ ടൈം, കണ്ടംപററി ബിഹേവിയറിസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത്. കണ്ടോ, റെലവൻസ് ഓഫ് ബിഹേവിയറിസം ഇൻ കണ്ടംപററി ടൈംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കാണ് എഴുതേണ്ടത്. ബിഹേവിയറിസം ഇൻ ടുഡേ ടൈംസ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബിഹേവിയറിസം വെച്ചിട്ടാണ് അല്ലേ. ന്യൂ ബിഹേവിയറിസ്റ്റ് ഹാവ് ബീൻ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ വൺ വേ ഓർ ദി അതർ. ടോൾമാൻസ് കോഗ്നിറ്റീവ് ബിഹേവിയറിസം emphasizing on purposive behavior and a mental constructs that has been forerunner of contemporary cognitive psychology. Hull's emphasis on deriving mathematical equation. Hull എന്ത് ചെയ്തു? mathematical equations കൊടുത്തിട്ടുണ്ട്. had led a number of psychologists to develop mathematical models of different types of behaviors. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾക്ക് മാത്തമെറ്റിക്കൽ മെത്തേഡായിട്ട് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നിയോ ബിഹേവിയറിസ്റ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നർ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്താണ്? The popularity of Skinner's behaviorism reflects in the followers of Skinner establishing a separate division in the American Psychological Association. അപ്പോൾ സ്കിന്നറിൻ്റെ ഒരു തിയറി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിൽ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഡയറക്ട്ലി അസോസിയേറ്റ് വിത്ത് സ്കിന്നർ. ഡിവിഷൻ 25 ഇൻ APA നോൺ ആസ് ദ ഡിവിഷൻ ഓഫ് എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ ഈസ് ഓൾ അബൌട്ട് സ്കിന്നേഴ്സ് അപ്രോച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിലുണ്ട്. ഡിവിഷൻ 25 ആണ്. അതായത് സ്കിന്നേഴ്സിൻ്റെ അപ്രോച്ചസ് മാത്രമാണ് ആ ഒരു ഡിവിഷനിൽ എഴുതിയിട്ടുള്ളത്. ബിഹേവിയറിനെ പറ്റിയിട്ട് സ്കിന്നർ പറഞ്ഞിട്ടുള്ള തിയറികൾ മാത്രമാണ് എതിരുള്ളത് ഡിവിഷൻ 25-ലുള്ളത്. Advances in psychological research, however, over the years have led the influence on behaviorism to diminish. Contemporary psychology emphasizes a lot on cognitive aspect, which, except for Tolman, can be viewed as complicit against the whole idea of behaviorism. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള നോട്ട് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നോക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ 101-ലല്ലേ ഇതൊക്കെ പഠിച്ചത്? 101-ലോ 103-ലോ 101-ലല്ലേ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ. ഈ ചിത്രമൊക്കെ വരയ്ക്കുക. ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിത്രമൊക്കെ വരയ്ക്കുക. പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെർസീവ് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ലോ ഓഫ് പ്രഗ്നൻസി, ഇതൊക്കെ നമുക്ക് വരയ്ക്കാം. കോമൺ റീജിയൻ, ഒരേ റീജിയനിൽ പറ്റിയത് നമ്മൾ ഒരുപോലെ പെർസീവ് ചെയ്യാനായിട്ട് നോക്കും. കോമൺ ഫേറ്റ്, ഒരേ ഡയറക്ഷനിലോട്ട് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. ഇനി ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ഫേറ്റ്. ഒബ്ജക്റ്റ് കോൺസെപ്റ്റ്, പിന്നെ അതുപോലെ തന്നെ തിങ്കിങ്, ലേണിംഗ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ടർ സൈക്കോളജി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് പറയോ? ഏതാടാ? ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി പറഞ്ഞുതരാം കേട്ടോ. ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി Objective constancy. The tenet says that organized figures are stable and retain their stability as wholes despite certain changes in the characteristics of the stimulus. അതായത് സ്റ്റിമുലസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അതിൻ്റെ ആ ഒരു ഫിഗർ എങ്ങനെയായിട്ട് നിൽക്കും? സ്റ്റേബിളായിട്ട് നിൽക്കും. ആ ഒരു സ്റ്റെബിലിറ്റിയിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡോർ ആലോചിച്ച് വെക്കാം. നമ്മുടെ 101-ൽ ഡോർ ഒരു എക്സാമ്പിളാണ്. അതായത് ഒരു ഡോറുണ്ട്. ഡോറ് നമ്മൾ തുറന്നിട്ടേക്കുക.
തുറന്നിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇങ്ങനെ കാണുന്നത് അല്ലേ? പക്ഷെ എന്തറിയാം, നമുക്കറിയാം തുറന്നിട്ടിട്ട് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡോർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. ഇതാണ് ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ, സ്റ്റിമുലസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? അതിൻ്റെ ഫിഗേഴ്സൊക്കെ സ്റ്റേബിൾ ആൻഡ് സ്റ്റെബിലിറ്റിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? ഇവിടെ ഫോർ ഇൻസ്റ്റൻസ് വേറെ പറഞ്ഞുതരാം. മാൻ സ്റ്റാൻഡിങ് വെരി ഫാർ ഡസ് നോട്ട് അപ്പിയർ ഷോർട്ട് ടു അസ്, റാദർ വി പെർസീവ് ഹിം ടു ബി ഓഫ് ദ സെയിം സൈസ് ആസ് വുഡ് വെൻ ഹി ഈസ് നിയർ. കണ്ടോ, നമുക്ക് അകലെ ഒരു ആൾ നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ പെർസീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ചെറുതായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആളുടെ ലെങ്ത് ഏകദേശം അറിയാം, ഒരാളുടെ വലുപ്പം എന്നുള്ളത് എന്തുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇതിനെയാണ് ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ അത്? ഓക്കെ ആണോ? ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെക്റ്റർ സൈക്കോളജി, ലെവിൻസിൻ്റെ ഫീൽഡ് തിയറി കഴിഞ്ഞിട്ട്, ഐസോമോർഫിസം, ഫീൽഡ് തിയറി, ക്രിറ്റിസിസം ഓഫ് ജെസ്റ്റാൾട്ട് സൈക്കോളജി, ഗ്രൂപ്പ് ഡൈനാമിക്സ്, എലൂസിഡേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജെസ്റ്റാൾട്ടിസ്റ്റ് ഇൻ ലേണിംഗ്, മെമ്മറി, തിങ്കിങ്. അത് മാത്രം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം അപ്പം അതിൻ്റെ കൂടെ? ഈ ലോസ് ഓഫ് സിമിലാരിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ എഴുതാം കേട്ടോ. ഡിസ്ക്രൈബ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ജെസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ലോസ് ഓഫ് സിമിലാരിറ്റി അങ്ങനെ സംഭവങ്ങൾ. അതല്ലാതെ നോക്കാം. നമുക്ക് വെക്റ്റർ തിയറി ഇപ്പം നോക്കാം. കേർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി, വെക്റ്റർ സൈക്കോളജി, ഐസോമോർഫിസം അത് പറയുന്നുണ്ട്. The Gestalt viewed isomorphism as a solution to the mind-brain problem. The word isomorphism mean having the same form or appearance. അതായത് മൈൻഡും ബ്രെയിനും തമ്മിലുള്ള ആ ഒരു പ്രോബ്ലം, അതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കാണുന്നില്ല. രണ്ടും സ്ട്രക്ചറലി സിമിലർ ആണ്. മൈൻഡും ബ്രെയിനും എന്താണ്, സ്ട്രക്ചറലി സിമിലർ ആണ്. അതാണ് ഐസോമോർഫിസത്തിലൂടെ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ദ ഫോളോയിങ് ടേംസ്: എക്സ്പീരിയൻസ്ഡ് ഓർഡർ ഇൻ സ്പേസ് ഓൾവേസ് സ്ട്രക്ചറലി ഐഡന്റിക്കൽ വിത്ത് എ ഫങ്ഷണൽ ഓർഡർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അണ്ടർലൈങ് ബ്രെയിൻ പ്രോസസ്. കണ്ടോ, നമ്മുടെ മൈൻഡും ബ്രെയിനൊക്കെ എന്താണ്, സ്ട്രക്ചറലി ഐഡന്റിക്കലാണ്. അതാണ് ഐസോമോർഫിസം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് ആരാ പറഞ്ഞു തരുന്നത്? നമ്മുടെ ബ്രെയിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിൽ മീനിങ് ചെയ്യുന്നത്. അപ്പം അതായത് സ്ട്രക്ചറലി സിമിലർ ആണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ മനസ്സിൽ രൂപം കാണുകയാണ്. ഇപ്പം ഞാൻ ഒരു കാറ്, ആ കാർ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഷേപ്പ് ഉണ്ട് അതിന്. അപ്പം ഈ ഷേപ്പ് എവിടെ നിന്നാണ് വരുന്നത്? ബ്രെയിൻ ആദ്യം അത് അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രോസസ്സ് കൊണ്ടാണ് ഈ ഷേപ്പ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അതാണ് കേട്ടോ ഐസോമോർഫിസം. ഓക്കെയാണോ ഐസോമോർഫിസം? അപ്പം അത് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെയാണോ ഐസോമോർഫിസം? ഇനി അതേപോലെ തന്നെ വെക്റ്റർ സൈക്കോളജി വരുന്നുണ്ട്. ഫീൽഡ് തിയറി പറയാൻ. Kurt Lewin was a prominent figure who had a major contribution in broadening Gestalt psychology. ഇപ്പോൾ Gestalt psychology broaden ചെയ്തത് ആരാണ്? കേർട്ട് ലെവിൻ ആണ്. ലെവിൻ്റെ ഫീൽഡ് തിയറി, അതായത് ആസ് എ ടോപ്പോഗ്രഫിക്കൽ ആൻഡ് വെക്ടർ സൈക്കോളജി ഹി ഹാഡ് ബോറോഡ് ബോത്ത് ദീസ് ടേംസ്, ടോപ്പോഗ്രഫി ആൻഡ് വെക്ടർ, ഫ്രം മാത്തമാറ്റിക്സ്. അപ്പം മാത്തമാറ്റിക്സിൽ നിന്നാണ് ഈ രണ്ട് ടേംസ് അദ്ദേഹം കൊടുക്കുന്നത്, ടോപ്പോഗ്രഫി ആൻഡ് വെക്ടർ. ലെവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക. ബിഹേവിയർ എന്ന് പറയുന്നത് പി ആൻഡ് ഇ. പി എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, ഇ എന്ന് പറയുന്നത് എൻവയറമെൻറ്റ്. ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കൊണ്ടാണ് ഒരാളുടെ ബിഹേവിയർ പുറത്തേക്ക് വരുന്നത്. ഇൻ ഓർഡർ ടു ഡെവലപ്പ് എ ഹോളിസ്റ്റിക് സൈക്കോളജി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അക്നോളജ് ദ ഫുൾ സ്കോപ്പ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ഹാവ് എ റോൾ ടു പ്ലേ ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഹി സൈക്കോളജിക്കൽ എൻവയറമെൻറ്റ് ആസ് വെൽ. കണ്ടോ, ഒരു ബിഹേവിയർ പുറത്തേക്ക് വരുമ്പോൾ അവിടെ എന്ത് വേണം? പേഴ്സൺ, ഹ്യൂമൻ ലൈഫും വേണം, ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ എൻവയറമെൻറ്റ്. ഇത് രണ്ടും വേണം, എന്നെങ്കിൽ മാത്രമേ ബിഹേവിയർ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. കണ്ടോ, ഇവിടെ എൽ ഷേപ്പിലാണ്, കേട്ടോ, എൽ ഷേപ്പിലാണ്. ലൈഫ് സ്പേസ് എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ, എൻവയറമെൻറ്റ്. പേഴ്സണും എൻവയറമെൻറ്റ് എന്താണ്? ഒരു പെട്ടിക്കുള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബിഹേവിയർ പുറത്തേക്ക് വരുന്നത്. ഇവിടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നുണ്ട്. Levin started his system with the description and analysis of life space. It consists of various psychological facts that are influential, have a role to play in the lifetime of an individual at a given time. Life space consists of physical events, personal and biological facts and social facts. Life space എന്ന് പറയുമ്പോൾ എന്താ?
നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ലൈഫ് സ്പേസിൽ കൊടുത്തത് കേട്ടോ. ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എല്ലാണ്, എല്ലായിട്ട് തന്നെ വരയ്ക്കുക. അതായത് ലൈഫ് സ്പേസ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ബിഹേവിയർ വരുന്നത്. ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും പ്ലസ് സൈക്കോളജിക്കൽ എൻവയറമെൻറ്റ്. പി എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, ഇസ് ഡിനോട്ടഡ് ഇൻ ദ എൻക്ലോസ്ഡ് സർക്കിൾ. പേഴ്സൺ ഈസ് ഇൻക്ലൂഡഡ് വിത്തിൻ ദ ലൈഫ് സ്പേസ് ബട്ട് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദ എൻവയറമെൻറ്റ്. അപ്പോൾ പേഴ്സൺ കിടക്കുന്നത് എവിടെ തന്നെയാണ്, ഈ ലൈഫ് സ്പേസിൻ്റെ ഉള്ളിലാണ്, പക്ഷേ ഡിഫറൻഷിയേറ്റഡ് ഫ്രം സൈക്കോളജിക്കൽ എൻവയറമെൻറ്റ്. സൈക്കോളജിക്കൽ എൻവയറമെൻറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് പേഴ്സൺ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 2 regions, ദ പെർസെപ്ഷൻ മോട്ടോർ റീജിയൻ ആൻഡ് ഇന്നർ പേഴ്സണൽ റീജിയൻ. അപ്പോൾ പേഴ്സണിനെ 2 റീജിയനിൽ കൊടുത്തിട്ടുണ്ട്, പെർസെപ്ഷൻ മോട്ടോർ റീജിയൻ ആൻഡ് ഇന്നർ പേഴ്സണൽ റീജിയൻ. പെർസെപ്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈസ് ദ വൺ ദാറ്റ് ലൈസ് ഓൺ ദ പെരിഫറി ഓഫ് ദ സർക്കിൾ ലേബൽഡ് പി ആൻഡ് കൺട്രോൾസ് ദ പെർസെപ്ഷൻ ആൻഡ് മോട്ടോറിക് ഫംഗ്ഷൻ ഓഫ് എ ഇൻഡിവിജ്വൽ. ഇവിടെ എന്താണ് പെർസെപ്ഷൻ റീജിയൻ എന്ന് പറയുന്നത്, പി ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് പേഴ്സൺ ആയിട്ട് കൊടുത്തു, നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, പെർസെപ്ഷൻ റീജിയൻ ആണ്. ഇനി ഇന്നർ പേഴ്സണൽ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താ, core or the central part of the circle that is surrounded by perceptual motor region and controls motivational aspects of the individual. The inner region is not direct contact with the environment. ഇനി ഉള്ളിലുള്ളതിനെയാണ് ഇന്നർ റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാ, പുറമേ വരുന്ന പെർസെപ്ഷൻ മോട്ടോ റീജിയൻ ആണ്. ഇതിനനുസരിച്ചാണ് ഈ രണ്ടും കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഒരാളുടെ ബിഹേവിയർ വരുന്നത്, പ്ലസ് സൈക്കോളജിക്കൽ എൻവയറമെൻറ്റ്. ഇതിന് രണ്ടെണ്ണത്തിനും പക്ഷെ എന്തുമായിട്ട് ബന്ധമില്ല, എൻവയറമെൻറ്റിനായിട്ടൊരു രണ്ടെണ്ണത്തിനല്ല, ഈ ഇന്നർ റീജിയനെ എൻവയറമെൻറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. കാരണം എന്താ, അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ പെർസെപ്ഷൻ മോട്ടോ റീജിയൻ ആണ്. പെർസെപ്ഷൻ മോട്ടോ റീജിയൻ എന്ന് പറയുന്നത് പുറമേ ഉള്ള ഭാഗങ്ങളാണ് പെർസെപ്ഷൻ മോട്ടോ റീജിയൻ. മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? ഇനി അടുത്തത്, അപ്പോൾ ലെവിൻ്റെ തിയറി കഴിഞ്ഞു. വെക്റ്റർ സൈക്കോളജി. ഇതിൽ തന്നെ ഈ ലെവിൻ്റെ ഈ ഒരു ഫീൽഡ് തിയറിയിൽ തന്നെ ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ടെൻഷൻ വരുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ടെൻഷൻ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ക്വാസി നീഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഓരോ സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് താൽക്കാലികമായിട്ടൊരു ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ക്വാസി നീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ എക്സാമിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഒരു നീഡ് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മാർക്ക് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ മാർക്കും കൂടെ വേണം. പക്ഷെ അതെന്താ, ഇതിൻ്റെ ഒരു പാർട്ടാണ്. കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു കാര്യം ഇപ്പോൾ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ അതിനെയാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസിനെയാണ് ക്വാസി നീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നുണ്ട്, ബസ് കയറി അല്ലെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പോകണം, ഒരു ക്വാസി നീഡാണ്. നമ്മുടെ ഒരു നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് വെക്റ്റർ സൈക്കോളജിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് ക്വാസി നീഡ് അങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ അതും ജസ്റ്റ് നോക്കുക കേട്ടോ. വെക്റ്റർ സൈക്കോളജി ഇപ്പോൾ ഓക്കെ ആണോ? ഈ ഒരു ഐസോമോർഫിസം, ലെവിൻ്റെ ഫീൽഡ് തിയറി, വെക്റ്റർ സൈക്കോളജി, ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ? ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ചിലപ്പോൾ അത് ഷോർട്ട് നോട്ടായിട്ടായിരിക്കും വരിക, എന്നാൽ അതൊക്കെ ഒന്ന് നോക്കുക. കാരണം അങ്ങനെ ഒരു 2 ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ. അടുത്തത് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി ഒക്കെ നോക്കണം കേട്ടോ.
ഈ ചാപ്റ്ററിൽ വരുന്നത് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതിയിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടോ, നോക്കിയിട്ട് പറയാൻ ഞാൻ. യൂണിറ്റ് 11 അല്ലേ നമ്മളിപ്പോൾ നോക്കുന്നത്. യൂണിറ്റ് 11 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോളോമേ വ്യൂസ് ഓൺ അൺഹെൽത്തി ഇൻഡിവിജ്വൽസും ആൻഡ് ഹെൽത്ത് കമ്മ്യൂണൽ ഓറിയൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി, സൈക്കോ അനാലിസിസ്, വിൽ ടു മീനിങ്, മാഷ്ലോ നീഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ നോക്കണം കേട്ടോ. ആൻറ്റിസിഡൻറ്റ് ഓഫ് ദ തേർഡ് ഫോഴ്സ്റ്റ് മൂവ്മെൻ്റ് ആണെന്ത്? ഹ്യൂമാനിസ്റ്റിക് മൂവ്മെൻറ്റ്. തേർഡ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി. ഇതൊക്കെ നോക്കുക. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയിൽ അബ്രഹാം മാഷ്ലോ അതുപോലെ തന്നെ കാൾ റോഗർ, ഈ രണ്ടുപേരുടെ തിയറിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിരമിഡൊക്കെ വരയ്ക്കുക. 5 നീഡ്സ് ഉണ്ട്. 5 നീഡ്സിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നോക്കുക. ഇനി കാൾ റോഗർ എന്താണ്? ഇതേ സംഭവം തന്നെ 3 എണ്ണാക്കി പറഞ്ഞു. ഈ 5 എണ്ണത്തിനെ മാറ്റിയിട്ട് എന്താക്കി 3 എണ്ണാക്കി പറഞ്ഞു. അതായത് ERG തിയറി. ഇവിടെ എക്സിസ്റ്റൻഷ്യൽ നീഡ്സ്, പിന്നെ സെൽഫ് എസ്റ്റീമും ലവ് ആൻഡ് ബിലോങ്ങിങ്സും കൂടിയിട്ട് 6 റിലേറ്റഡ്നെസ് നീഡ്സ്. എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടർ. അങ്ങനെ 3 എണ്ണാക്കിയിട്ടാണ് കാൾ റോഗർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വിക്ടർ ഫ്രാങ്കിളാണ്. വിക്ടർ ഫ്രാങ്കിളുടെ ലോഗോ തെറാപ്പി, റോളോമയുടെ കാര്യങ്ങളൊക്കെ നോക്കുക. റോളോമേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിമിലാരിറ്റി, പിന്നെ അതുപോലെ തന്നെ ഡിഫറൻസസ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോളോമേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ മാഷ്ലൊക്കെ നിങ്ങൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതോട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവുക. പിരമിഡ് വരച്ച് കണ്ടാൽ തന്നെ മാർക്ക് കിട്ടും. അങ്ങനെ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടെന്നുള്ളൊരു മനസ്സിലാവും അവർക്ക്. അപ്പം അതൊക്കെ നോക്കുക. പിന്നെ അടുത്ത ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറൻറ്റ് ട്രെൻഡ്സ് ഇൻ സൈക്കോളജി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാം. ജോർജ് മില്ലറിൻ്റെ, യൂറോയിക് നീസറിൻ്റെ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കാനുണ്ട്. സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഇതാണ് കേട്ടോ. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിൽ സോഷ്യൽ കൺസ്ട്രക്ഷനിസം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ തീരെ പഠിക്കാത്തവർക്ക്, ഇതുവരെ നോക്കാത്തവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. 12ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് യൂണിറ്റ് 13 ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ സൈക്കോളജി. നേച്ചർ ആൻഡ് നർച്ചർ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. നേച്ചർ ആൻഡ് നർച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നേറ്റിവിസം വേഴ്സസ് എംപിരിസിസം. അതായത് നേറ്റിവിസം എന്ന് പറയുന്നത് എന്താണ്? ദ ഫിലോസഫിക്കൽ തിയറി ദാറ്റ് എംഫസിസ് ഹെറിഡിറ്റി ടു ഡിറ്റർമിൻ എബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് നേറ്റിവിസം പറയുന്നത് എന്താ? എല്ലാം നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. നമ്മുടെ എബിലിറ്റീസും കപ്പാസിറ്റീസും ഒന്നും നമ്മൾ ലേണിങ്ങിലൂടെയോ എക്സ്പീരിയൻസിലൂടെയോ ഒന്നും കിട്ടുന്നതല്ല, എല്ലാം ജന്മനാ ഉള്ളതാണ്. ഇതാണ് നേറ്റിവിസം. ഇനി എംപിരിസം എന്ന് പറയുന്നത് എന്താ? എംപിരിസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. സയൻറ്റിഫിക്കലി നമ്മൾ അക്വയർ ചെയ്യുന്നതൊക്കെ എംപിരിസിസത്തിൽ കൊണ്ടുപോയിടാം. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഫ്രീ വിൽ ആൻഡ് ഡിറ്റർമിനിസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്രീ വിൽ ആൻഡ് ഡിറ്റർമിനിസം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ തന്നെ മൈൻഡ് ബോഡി പ്രോബ്ലം വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ വില്ല്, ഡിറ്റർമിനിസം ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, മൈൻഡ് ബോഡി പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 13ാമത്തെ ചാപ്റ്ററിൽ. അതിൽ തന്നെ മെറ്റീരിയലിസം, ഐഡിയലിസം, ഡ്യുവലിസം, പിന്നെ ഡബിൾ ആസ്പെക്റ്റിസം, അതൊക്കെ നോക്കുക. കാരണം മൈൻഡ് ബോഡി പ്രോബ്ലത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് വേണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ.
അപ്പോൾ മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത് മൈൻഡും പിന്നെ അതേപോലെ തന്നെ ബോഡി അതിൻ്റെ ഒരു രണ്ടും ഡിഫറെൻ്റ് അല്ല, അല്ലെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആണോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഒന്നാണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് എന്ത് മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ മൈൻഡ് ബോഡി പ്രോബ്ലം എന്താ, ഇത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്. അവിടെ അങ്ങനെയാണ് ഈ മൈൻഡ് ബോഡി പ്രോബ്ലത്തിൽ പറയുന്നത്. ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മൈൻഡും ഒന്ന് ബോഡിയാണ്. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഡ്യുവലിസം പറയുന്നുണ്ട്. ഡ്യുവലിസത്തിൽ പറയുന്നത് മൈൻഡും ബോഡിയും മെറ്റീരിയലിസം പറയുന്നുണ്ട്. മെറ്റീരിയലിസം എന്ന് പറയുന്നത് തോമസ് ഹോബ്സ് ആണ്, ബ്രിട്ടീഷ് എംപിരിസിസത്തിന്റെ ഫൗണ്ടർ. വാസ് വൺ ഓഫ് ദ മേജർ പ്രൊപ്പോണന്റ് ഓഫ് മെറ്റീരിയലിസം. മെറ്റീരിയലിസത്തിന്റെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് തോമസ് ഹോബ്സ് ആണ്. ഹോബ്സ് ഓൺലി ബിലീവ്ഡ് ഇൻ ദ ഫിസിക്കൽ റിയാലിറ്റി. അക്കോർഡിംഗ് ടു ഹിം, ഹ്യൂമൻ ബീങ്സ് ആർ ലൈക്ക് എൻജിൻ, സജസ്റ്റിംഗ് ദാറ്റ് ബിഹേവിയർ ആൻഡ് ദ കോസസ് ഓപ്പറേറ്റിംഗ് ഓൺ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ദ ബോഡി. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എൻജിൻ പോലെയാണ്. നമ്മൾ ഓരോരുത്തരും എൻജിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, ബോഡി എന്ന ടൈമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഹി ഓൾസോ എംഫസിസ് ദാറ്റ് ദ ഐഡിയ ഓഫ് സോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ബോഡി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹോബ്സ് അസർട്ടഡ് ദാറ്റ് ദ ബോഡി ആൻഡ് ദ പേഴ്സൺ ആർ ദ സെയിം തിങ്. ബോഡിയും പേഴ്സണും അതുകൊണ്ട് തന്നെ എന്താണ്, സെയിം തിങ് ആണെന്ന് പറഞ്ഞു. അതായത് ഒരു മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ബോഡി. അപ്പോൾ he strongly believed that all matter is in motion and is determined by external forces acting upon. He explained human thought in the same way. He explained human thought in terms of motion of things that affect or act on the senses of individual, which then creates motion in the senses. ഇവിടെ മെറ്റീരിയലിസത്തിൽ മെയിനായിട്ട് എന്താണ് പറഞ്ഞത്, മൈൻഡും ബോഡി സെപ്പറേറ്റ് അല്ല, രണ്ടും ഒന്നാണ്. അതാണ് ബ്രിട്ടീഷ് എംപിരിസിസത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള തോമസ് ഹോബ്സ് പറഞ്ഞത്. ഇനി അടുത്തത് ഐഡിയലിസം ഉണ്ട്. Idealism, another form of modism, emphasizes the role of the ideal and spiritual in experiences. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം, നമുക്ക് വായിക്കാനുള്ള നേരമില്ല, അതുകൊണ്ടാണ്. അതായത് മൈൻഡ് ഇല്ലാതെ റിയാലിറ്റി ഇല്ല. അതായത് മൈൻഡ് വേണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് റിയാലിറ്റിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുക്കൾ നമ്മൾ അറിയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ്, അതിനൊരു റിയാലിറ്റി ഉണ്ടായിരിക്കും. റിയാലിറ്റിയിൽ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതായത് കോൺഷ്യസ്നെസ് ആണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കോൺഷ്യസ് എക്സ്പീരിയൻസുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിയാലിറ്റീനെ അബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഐഡിയലിസം പറയുന്നത്. മനസ്സിലായോ? ഐഡിയലിസത്തിൽ എന്താണ്, ബോഡി മാറ്റർ ആണ് മൈൻഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. മൈൻഡ് ഇല്ലാതെ റിയാലിറ്റി ഇല്ല. ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്താണ്, റിയാലിറ്റിയിൽ ആ ഒരു സാധനം ഉണ്ടായിരിക്കണം, അല്ലാതെ നമുക്കത് പെർസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എന്താക്കാനായിട്ട് പറ്റുള്ളൂ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ റിയാലിറ്റിയിലോ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഐഡിയലിസം. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പഠിക്കാം. ഇനി അടുത്തത് പറയുന്നത് ഡ്യുവലിസം പറയുന്നുണ്ട്. ഡ്യുവലിസം നേരെ തിരിച്ചാണ് കേട്ടോ. ഡ്യുവലിസം എന്ന് പറയുന്നത് മൈൻഡും ബോഡി എന്താണ്, രണ്ടും രണ്ട് ഘടകങ്ങളാണ്. ഡ്യുവൽ എന്ന് പറയുമ്പോൾ എന്താ, രണ്ടാണ് അല്ലേ, നമുക്കറിയാം. അപ്പം അതേപോലെ തന്നെ മൈൻഡും ബോഡി എന്താണ്, രണ്ടും രണ്ടാണ്. മൈൻഡ് എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ ഫാക്ടറാണ്, ബോഡി എന്ന് പറയുന്നത് ഫിസിക്കൽ ഫാക്ടറാണ്. ഇത് ഫസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞത് റെനെ ദെക്കാർത്തിയാണ്. അതിൻ്റെ ആ ഒരു ഡ്യുവലിസത്തിൻ്റെ ഇൻട്രാക്ഷനിസം എന്ന് പറയുന്നത് മൈൻഡും ബോഡിയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് റെനെ ദെക്കാർത്തെ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ശരീരം ബോഡി മൂവ്മെൻ്റ് ആണ് നമ്മുടെ തോട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് മെൻ്റൽ എക്സ്പീരിയൻസ് ആണ്. പെയിൻ എന്ന് പറയുന്നത് മെൻ്റൽ എക്സ്പീരിയൻസ് ആണ്. തോട്ട് എന്ന് പറയുന്നത് ബോഡി മൂവ്മെൻ്റ് ആണ്. ഇങ്ങനെയാണ് ഡ്യുവലിസത്തിൽ പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വേദനിക്കുമ്പോൾ എന്താണ്,
മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യാണ് വേദന എന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഡ്യുവലിസത്തിൽ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. മൈൻഡും ബോഡിയും സെപ്പറേറ്റ് ആണ്. മൈൻഡ് എന്ന് പറയുന്നത് നോൺ ഫിസിക്കലാണ്, ബോഡി എന്ന് പറയുന്നത് ഫിസിക്കലാണ്. അതായത് രണ്ടും കൊണ്ടുവന്നത് ആരാണ്? റെനെ ദക്കാർത്തയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. മൈൻഡും ബോഡിയും പക്ഷെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ് ആണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ തോട്ട് എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ് ആണ്. പക്ഷെ പെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് മൈൻഡിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അടുത്തത് വരുന്നത് ഡബിൾ ആസ്പെക്ടിസം ആണ്. ഡബിൾ ആസ്പെക്ടിസത്തിൽ മൈൻഡും ബോഡി സെപ്പറേറ്റ് അല്ല. രണ്ടും ഒരു റിയാലിറ്റിയുടെ രണ്ട് ആസ്പെക്റ്റുകളാണെന്ത്? ഈ ഒരു മൈൻഡും ബോഡിയും. അതായത് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളിൽ നിന്ന് വരുന്നു, ബോഡി എന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണാനായിട്ട് പറ്റുന്നു. ഇതാണ് ഡബിൾ ആസ്പെക്ടിസം. ഇതിന്റെ പ്രധാനമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് സ്പിനോസയാണ് മെയിനായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റാൾഡ് സൈക്കോളജിസ്റ്റുകളുമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ, ഇപ്പോൾ വേദന എന്ന് പറയുന്ന ഒരു സംഭവം മൈൻഡിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇന്നർ എക്സ്പീരിയൻസ് ആണ്. ബോഡിയിൽ അത് പറയുമ്പോൾ എന്താണ്? ന്യൂറൽ ആക്ടിവിറ്റി ആണ്. നമ്മുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂറൽ ആക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡിൽ ഇന്നർ എക്സ്പീരിയൻസും ബോഡിയിൽ എന്താണ് നടക്കുന്നത്? ന്യൂറൽ ആക്ടിവിറ്റിയും നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കണ്ടോ? പെയിനും നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? പെയിനും തോട്ടും രണ്ടും ഡിഫറെൻ്റ് ആക്കിയിട്ട് പറഞ്ഞു. തോട്ട് എന്ന് പറയുന്നത് ബോഡി മൂവ്മെന്റ്സ്, പെയിൻ എന്ന് പറയുന്നത് മൈൻഡിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ? പെയിൻ എന്ന് പറയുന്ന സംഭവം രണ്ടിലും വരുന്നുണ്ട്. മൈൻഡിൽ ഇന്നർ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട്, ബോഡിയിൽ ന്യൂറൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതായത് രണ്ടും ഒരു സംഭവത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് പറഞ്ഞു. ഇതാണ് ഡബിൾ ആസ്പെക്ടിസം. അതായത് മൈൻഡും ബോഡി സെപ്പറേറ്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയണത്? ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. നോക്കിയാൽ മതി, കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ, എന്നാലും ഇതൊന്നും സ്കിപ്പ് ചെയ്യണ്ട. മൈൻഡ് ബോഡി പ്രോബ്ലം സ്കിപ്പ് ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് കിട്ടും. ആ ഒരു ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവലിസം എന്ന് പറയുമ്പോൾ മൈൻഡും ബോഡി സെപ്പറേറ്റ് ആണ്. മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ എന്താ? മൈൻഡും ബ്രെയിനും ഈക്വൽ ആണ്. ഡബിൾ ആസ്പെക്ടിസം എന്ന് പറയുമ്പോൾ സെയിം റിയാലിറ്റി ആണ്. ഇപ്പം അതായത് ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് വശം എന്ന് പറയുന്നത് മൈൻഡും ബോഡിയാണ്. ഇതൊക്കെ ഡബിൾ ആസ്പെക്ടിസം ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ? ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളത്തെ എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. നമ്മൾ ആദ്യം കുറേയൊക്കെ മുന്നെടുത്ത കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. എന്നാലും ഒന്നും കൂടെ നോക്കുക. ഒരു സ്റ്റോറി പഠിക്കുന്ന പോലെ പഠിച്ചു പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ലാസ്റ്റത്തെ ചാപ്റ്ററിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പഠിക്കാനായിട്ടുള്ളത്. അതിനു മുന്നൊക്കെ ഒരു ഓർഡർ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ശരിക്കും ഒരു സംശയം ചോദിച്ചോട്ടെ? ഏറ്റവും അവസാനത്തെ പേജില് എക്കോസിസ്റ്റത്തിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. എക്കോസിസ്റ്റത്തിന്റെയോ? മറ്റേ എക്കോസിസ്റ്റം തിയറി, ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണോ? അതെ അതെ, എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ഒന്ന് പറയോ ആരെങ്കിലും? 4ാമത്തെ ചാപ്റ്റർ ആണോ? ഒന്ന് പറയോ? 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്റർ ആണോ? പറഞ്ഞോണ്ടിരിക്കും. അതെ, അതല്ലാതെ തന്നെ അത് വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആണോ? ഇമ്പോർട്ടൻസ് ഉണ്ടോ? എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കണ്ടോ? ഇതിൽ തന്നെ ഫീൽഡ് തിയറി ഉണ്ടോ? ഒന്നും കൂടി വരുന്നുണ്ട്. 13ാമത്തെ ചാപ്റ്ററിൽ ഫീൽഡ് തിയറി വരുന്നുണ്ട്. അതല്ലാതെ തന്നെ അത് ഇതിൽ വരുന്നുണ്ട്, ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് വേറെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിലുണ്ട്. ഡെവലപ്മെന്റ് സൈക്കോളജിയിലാണ് അല്ലേ വരുന്നത്? എക്കോളജിക്കൽ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് വേറെ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതില് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് അപ്പൊ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല. ഇല്ല. ഞാനൊരു ഡയഗ്രം കണ്ടപ്പോ ചോദിച്ചേ ഉള്ളൂ. അത് നമുക്ക് ഡെവലപ്മെന്റ് സൈക്കോളജിയിലാണ് വരുന്നത്. ശരിയാണ്, ഞാനും തെറ്റിദ്ധരിച്ചതിലാണെന്നുള്ളത് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ. നന്നായിട്ട് നോക്കുക. ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മെസ്സേജ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ. മൊത്തത്തിൽ നമ്മൾ 106 എടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ഗ്രൂപ്പിലൊന്നും പറയണം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.